അയ്യോ 2.5 വർഷം കഴിഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ വണ്ടി സ്വന്തമായിട്ട് കഴുകിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിടിച്ചോണേ ആരില്ല ഇവിടെ ഞങ്ങളിത് പള്ളിക്കര ബീച്ച് വന്നേക്കോട്ടാ. നമ്മുടെ ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ ബാക്കിയുള്ള സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കാസർഗോഡ് പള്ളിക്കര ബീച്ച്. ആമി ഇത് ബീച്ചിൽ ഇറങ്ങും. ആമി എവിടെ പോയെങ്കിലേ എവിടെ പോയെന്ന് വെച്ചാൽ ബീച്ചിൽ എപ്പോഴും പറയാറ് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ആമിക്ക് ഉറച്ചു നിക്കാനുള്ള ഇതില്ല. ഇത് വരുമ്പോഴത്തേക്ക് ആമി പുറത്തോട്ട് പോവാ. ഫോൺ മമ്മിയുടെ കയ്യിലല്ലേ? ആ എടി മാമി നിന്റെ തലയിലെന്ന് പറഞ്ഞാൽ നിന്റെ മമ്മി വരുമ്പോ തല്ല് കിട്ടും കേട്ടോ നിനക്ക്. അയ്യോ എല്ലാം വെള്ളത്തിൽ കിടന്ന് ചാടി ഇപ്പൊ കരയെ കയറി കക്ക വരുവാ. വാർക്കപ്പണിക്ക് മണല് കൊണ്ടുപോകട്ടെ അവിടെ ഇരിക്കടേ. ആമി മണലെടുത്ത് മമ്മിയുടെ ആമിക്ക് അടി കിട്ടും കേട്ടാ. മൊത്തം സൈഡ് ബാഗിനകത്തൊക്കെ മൊത്തം മണൽ നടത്തി. അങ്ങനെ ഈ വർഷത്തെ ഈസ്റ്റർ ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. എന്താ നമ്മുടെ പള്ളിക്കര ബീച്ച് ഇത്രയും വികസിച്ച കാര്യം ഞാൻ അറിയില്ല കേട്ടോ. ഇത് അങ്ങ് അവിടെ ആയിട്ടാണ് ബേക്കൽ ഫോർട്ട്. ഇവിടുന്ന് കാണാം തൊട്ടപ്പുറത്താ ബേക്കൽ ഫോർട്ട് ഉള്ളത്. ഇവിടെ വെയിൽ വന്നിട്ട് കാണൂല അങ്ങ് അവിടെ അല്ലേ? ഞാനും മിന്നൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ളതാണ് അല്ലേ? അതെ അതെ. ഇനിയിപ്പോ കുറച്ചു നേരം കളിച്ചിട്ട് അവിടെ കുറച്ച് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ പറ്റുവാണെ കേറണം. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ വെച്ചാ ഇപ്പൊ നല്ലോണം ഇതായി. അതെ അതെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു 6 മണിയാകുമ്പോഴത്തേക്കും ബീച്ച് അടക്കി പോകുന്നത്. വേലി കയറ്റല്ലേ? അതുപോലെ അങ്ങോട്ടേക്ക് ഇത് കണ്ടോ? അവിടെ നമുക്ക് ഇപ്പൊ കടൽപ്പാലം പോലെ അങ്ങോട്ടേക്ക് പോവാൻ പറ്റും. നല്ല രസമുണ്ട്. എനിക്ക് എന്റെ ഓർമ്മയിൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്തൊന്നും ഇത്രയും വികസിച്ചിട്ടില്ല. ഇല്ലില്ല. ഇങ്ങനെ വേണം. നമ്മൾ വന്നിട്ട് ഇപ്പൊ എത്രയായി? 6-7 വർഷമായി. ഇത് കാഞ്ഞങ്ങാട് ടൗണിലാട്ടോ ഉള്ളത്. ഏതോ ഒരു പാർട്ടിയുടെ മറ്റേ ടീം മുന്നിൽ പോകുന്നുണ്ട്. ഫുള്ള് റോഡും ബ്ലോക്ക്. ജാതി ഐസ്ക്രീം അല്ല തേങ്ങ ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് മൈസൂർ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പിള്ളേർ അതെ എന്റെ ഡ്രസ്സ് കണ്ടിട്ട് വിചാരിക്കണ്ട, ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പിള്ളേരെ എല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് കാഞ്ഞങ്ങാട് പോവാന്ന് വിചാരിച്ചു. 2 വണ്ടിയിലാണ് പോകുന്നത്. ഒരു വണ്ടിയിലുള്ള പിള്ളേരെ സെറ്റ് ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്, അതിനകത്തൊരു ആൾക്കാരുണ്ട്. പിന്നെ ഇതാ നമ്മളുണ്ട് ഇതിനകത്ത് പ്രശസ്ത യൂട്യൂബർ ഉണ്ട് കേട്ടോ. 25 സബ്സ്ക്രൈബർ ഉണ്ട്. അവന് തുടങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് അവൻ 20 സബ്സ്ക്രൈബർ ആയി. അവൻ നമുക്കൊരു ഭീഷണിയാണ്. ഒരാൾ അതിനകത്ത് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വേറെ ആളിരിപ്പുണ്ട്, വിളിച്ച് കുഞ്ഞിപ്പണ്ണി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മളെല്ലാം കൂടെ റെഡി ആയിട്ട് പോവാണ് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു എടുക്കാതെ നമ്മളിവിടെ നല്ലൊരു ടൗണിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കാസർഗോഡ് പോകണം, അല്ലെങ്കിൽ മംഗലാപുരം. അപ്പൊ ബാക്കി കാണാം. സീറ്റ് ബെൽറ്റ് ഇടട്ടെ. ഇവിടെ ചേസിങ് നടത്തുവാണ് കേട്ടോ. നമ്മള് ചേസിങ് ചെയ്യുന്നില്ല, പക്ഷെ പിള്ളേർ തക്കാളി ചേട്ടൻ
നമ്മള് 40-ലാട്ടാ പോകുന്നത്. നമ്മളിവിടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ പോകുന്നത്. റേസിംഗാന്ന് പറച്ചില് മാത്രം. പോലീസോ? അയ്യോ എന്നെ പിടിച്ചോണ്ട് പോകണോ? ജയിലിടുവോ? പറ്റില്ല ചേട്ടപ്പിക്കാന്. അവരെ പിടിച്ചാലും വേണോ? ഇവരെന്താ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തിയത്? നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞങ്ങൾക്ക് മുമ്പ് കേറാൻ പറ്റത്തില്ല. ഒരു തവണ കേറി കഴിഞ്ഞപ്പോ ഇവിടെ പിന്നെ കേടാ അപേക്ഷിക്കലായിരുന്നു കേട്ടോ. അത് അവര് പക്ഷെ ഒരു വെല്ലുവിളിയായിട്ടാ കണ്ടത്. ഇവനോട് ഞങ്ങൾ കൊറേ തവണ പറഞ്ഞത് അവര് പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിക്കരുതെന്ന്. പക്ഷെ ഇവൻ കേറരുതേ കേറരുതേ കേട അപേക്ഷിക്കുവായിരുന്നു. അതവർക്ക് മനസ്സിലായില്ല അല്ലടാ. സാരില്ല, നമുക്ക് അടുത്ത തവണ കയറി നോക്കാം. അവരെ നമ്മൾ ഒന്നും കൂടെ ഓവർടേക്ക് ചെയ്തേട്ടാ. എന്നാൽ ഇവനിവിടെ വീണ്ടും കേണ അപേക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ കേണ അപേക്ഷിക്കുക. അവര് പിന്നെ കയറാൻ പോകുന്നു നമ്മളെ പറ്റിച്ച്. നമ്മളെ പൊട്ടിക്കറിയാം. നമുക്ക് കേട കഴിച്ചിക്കണം ഗൈസ്. ഞാനൊന്ന് കേട കഴിച്ചിട്ട് ഗൈസ്. Oh no 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 നമ്മള് വീണ്ടും ഫ്രൂട്ട് ബെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡല്ല, ഐസ്ക്രീം കഴിക്കാൻ. നമുക്ക് ഇവിടുത്തെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ അവര് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ഫുള്ളായിരിക്കും. ഒരു കാര്യം ചെയ്യാം, അവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, അങ്ങോട്ട് കേട്ടാ. നമ്മളിവിടെ ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ തണുത്ത് വറച്ചിരിക്കുകയാണ്. ഒരു സെറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു സെറ്റ് ഞങ്ങൾ ഇവിടെ ഇരുന്നു. നമ്മളതെല്ലാം ഫിനിഷ് ചെയ്തു. ഇത് കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെ കൊണ്ട് ഇൻഡോർ പ്ലേ ഏരിയയിൽ വന്നു കേട്ടോ. ഇതെല്ലാം ഇവിടെ തകർത്ത് മെയ്യുവാണ്. ഇത് ഇൻഡോർ പ്ലേ ഏരിയ, അതുകൊണ്ട് നന്നായി. അല്ലാതെ ഈ ചൂടത്ത് നമുക്ക് പുറത്ത് പ്ലേ ഏരിയയിലൊന്നും പോയി കളിക്കാൻ പറ്റില്ല. നോക്കി വരണേ കുഞ്ഞിപ്പെണ്ണെ. ഇതാര് എണീറ്റ് വാ. വീഴല്ലേ. അതാ പൊന്നു അവിടെ കുട്ടുവന്നല്ലേ. കുട്ടു ഇതിലെ കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തൂടെ വരും. മാറിക്കോ, ഇപ്പൊ കുട്ടു വരുവേ. മാറിക്കോ എല്ലാരും. വീഡിയോ എടുക്കുന്നുണ്ട്. ഇതൊക്കെയുണ്ട് താനോ നമ്മള് കൊടുക്കുന്നത്. അതാ
എടുത്തോ എടുത്തോ എടുത്തോ. അത് കുറേ പോവും. ആ നമ്മൾ തിരിച്ചു പോകാനായിട്ട് അപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ കഴുകി തിരിച്ചു കയറ്റുവാണ് അല്ലേ? അതെ. 2.5 വർഷം കഴിഞ്ഞു കേട്ടോ ഞാൻ എന്റെ വണ്ടി സ്വന്തമായിട്ട് കഴുകിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം കോരി വെച്ചാ കഴിക്കൊണ്ടിരുന്നത്. അങ്ങനല്ല, ഇങ്ങനെ കഴുകരുന്നാ ഉദ്ദേശിച്ചത്. വണ്ടി റണ്ണിങ്ങിലുണ്ടായിരുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കാൻ സാധിച്ചില്ലല്ലേ? ഇല്ല. അങ്ങനെ ഇതിപ്പം എന്റെ വീട്ടിലാണ് കേട്ടോ ഈ ബൈക്ക് ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മള് ബുള്ളറ്റ് അബിയുടെ വീട്ടിലോട്ട് കൊണ്ടു വെക്കാൻ വേണ്ടി പോവാ അല്ലേ? മാത്രല്ല ഇത് കണ്ട, ഇതിന്റെ സൈലൻസർ ഫുള്ള് തുരുമ്പിച്ചു, പക്ഷെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് ഞങ്ങള് പോകുന്നതിന് കഴിഞ്ഞ അല്ല 2 വർഷം മുന്നേ ആണോ മാറ്റിയത്? ഞാൻ അവിടെ മുമ്പിലുണ്ടായിരുന്നു മാറ്റിയത്. അന്നേരം മാറ്റിയതോ അല്ലേ? പക്ഷെ ഇത് കണ്ടോ നല്ല ഗെറ്റപ്പിൽ ഇരിക്കുന്നല്ലേ? ആ ഒരു എന്താ ഒരു പ്രൗഢിയിലായിരിക്കുന്ന വണ്ടി. ടാങ്ക് നമ്മൾ വരുന്നേനെ കുറച്ചാള് മുന്നേ കയറ്റി വെക്കണം. വരുന്നതിന്റെ 1 മാസം മുന്നേ പണിക്ക് കയറ്റാം. കാറിന്റെ കഴുകലും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മള് കാറും വണ്ടിയും പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിനി നമ്മുടെ പെട്ടി പാക്ക് ചെയ്യാൻ അല്ലേ? അങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തിനു വന്നു എന്തിനു പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. തിരിച്ചു വരാനായിട്ട് പോകുന്നു. വന്നു ദേ പോയി എന്ന് പറഞ്ഞ അവസ്ഥ നമ്മളല്ലേ? അല്ല, ഇനിയിപ്പോ പോകുമ്പോ അടുത്ത വർഷം വരാനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് അല്ലേ? കൊറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ച് ഞങ്ങൾ തിരിച്ചു പോവാ. പിടിച്ചോണേ. ആരില്ല ഇവിടെ ഇച്ചിരി ചെരിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെരിഞ്ഞിരുന്നത്. ഇതില്ല ഇങ്ങോട്ട് മറിയാ. ഇല്ലടാ മറിയല്ല, അത് കെട്ടുന്നല്ലേ. അങ്ങനെ ഇനി ഇവിടുന്ന് കൊണ്ടുപോകട്ടെ. ഇതിന് എന്തെല്ലാം പണിയല്ലേ? പൊടിയുണ്ട് കേട്ടോ. കോഴിക്കട അത് ഞാൻ ചേട്ടൻ കറന്ന് താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മള് രാജകീയമായി അതിനെ കൊണ്ടുപോവാണ്. അയ്യോ നമ്മുടെ വണ്ടി പോകുന്നേ. ആമിക്ക് ഇത്തവണ വന്നിട്ട് അതിലൊന്നും കേറാൻ പറ്റിയില്ല അല്ലേ ആമിക്കുട്ടാ? സാരമില്ല, ചൂടായി പോയോ? ഇച്ചിരി കൂടെ തള്ളിയോ? പറ്റുമോ? ഫൈനലി ഇതേ നമ്മുടെ വണ്ടീനെ നമ്മൾ വീട്ടിനകത്ത് കയറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കാനില്ല. മൂടി കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി.